ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലൊന്നും അല്ല കേട്ടോ, നടിയിലല്ല, വിളവെടുപ്പല്ല, പൂക്കളെ കാണിക്കൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങളെ കുറേ പ്രാവശ്യം വളം ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിരുന്നു, കരിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തന്നിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആട്ടോ. കാരണം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പുല്ലുകളൊക്കെ എന്ത് ചെയ്യണമെന്ന്, പുല്ല് കൊണ്ട് നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാം. ലിക്വിഡ് ഫെർട്ടിലൈസർ, ഒരു ദ്രാവക രൂപത്തിലുള്ള വളം, ഒരു സ്വർണ്ണ വളം തന്നെ എന്ന് പറയാം അതിന് കേട്ടോ. അത്രക്കും ബെനിഫിറ്റ് അതിനെ കൊണ്ട്, ചെടികൾ പെട്ടെന്ന് വളരും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള അതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ കരിയില കൊണ്ട് എന്ത് ചെയ്യുന്നോ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ ചെയ്തിട്ട് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്, നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് നിങ്ങൾ ചെയ്യണം. ഒരു ചില്ലിക്കാശ് മുടക്കാത്ത ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു വളം ഞാൻ ഉണ്ടാക്കാൻ പോകുക കേട്ടോ. അതും നമ്മളെ മുറ്റത്തുള്ള ബുദ്ധിമുട്ടായി കിടക്കുന്ന പുല്ല് മുളച്ചത് കൊണ്ടുണ്ട്. എന്നാൽ വരി നമുക്ക് കാണാലോ. ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് അതിന് പുല്ലാണ്, വേണ്ടാണ്ട് മുളച്ച് കിടക്കുന്ന നമുക്ക് ഉപദ്രവം ചെയ്യുന്ന പുല്ലാണ് ഫസ്റ്റിൽ വേണ്ടത്. പണ്ട് ഞാൻ കരിയില ഉണ്ടാക്കുന്ന, കരിയില കമ്പോസ്റ്റും കരിയിലിട്ട് നടുന്നതും എല്ലാം കാണിച്ചിട്ട് നിങ്ങൾ ഉഷാറായി ഉണ്ടാക്കിയില്ലേ. അതുപോലെ വീട്ടിലുള്ള പുല്ലൊക്കെ ഞാൻ പറിക്കാൻ പോകും കേട്ടോ. എന്നാൽ വരി നമുക്ക് പുല്ല് പറിക്കുന്നത് കാണാമല്ലോ. പിന്നെ നമ്മളിങ്ങനെ ചെടികൾ നനയ്ക്കുന്നത് കൊണ്ട് എന്തോ ഒരു പുല്ല് വരലാന്നറിയോ. ആ പുല്ല് നമ്മളെ വളങ്ങളൊക്കെ അങ്ങ് തിന്നളിയും. അപ്പോൾ ആ പുല്ല് നമുക്ക് പറിച്ചുകൊണ്ട് ഈ ചെടിക്ക് നല്ലൊരു വളമാക്കി മാറ്റാം. അത് നല്ലൊരു ട്രിക്കാണ്. എന്താ നമ്മൾ ഈ പുല്ല് പറിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയുന്നത്, ഞാൻ ചെയ്യും പോലെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഗ്ലൗസ് ഇടണേ. ഗ്ലൗസ് ഇട്ടാൽ മാത്രമേ പുല്ല് പറിക്കാവൂ. കാരണം ഒളിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഗ്ലൗസ് നിർബന്ധമാണ്. കരിയില വാരണേക്കാളും പേടി ഇതാ, ഇതിൻ്റെ ഉള്ളിൽ നനവുള്ളത് കൊണ്ട് വല്ലാണ്ട് വന്ന് നിറഞ്ഞ് എന്തെങ്കിലും ജീവികൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറിച്ച് ഞാൻ ഇതാ കിട്ടും. ഞാൻ എന്താ അറിയോ, ഞാൻ എൻ്റെ ബോഗൺവില്ലയൊക്കെ നനയ്ക്കലുണ്ടല്ലോ, അപ്പോൾ കിട്ടും. ഇതാ ഇത്രയും പറിച്ചെടുത്തതാ. ഇനി അതൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളെ കാണിക്കാനുള്ളത് മാത്രമേ ഇപ്പം പറിക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇതുകൊണ്ടാണ് നമ്മൾ ഒരമൃത് തന്നെ പറയുക ചെടികൾക്ക്, അതുണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ പുല്ല് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വളം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എൻ്റെ പഴയ വളം ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് പഴയതാണ്. ഈ ബക്കറ്റിൽ നിന്ന് ഞാൻ ഒഴിച്ചതാണ്. നമുക്ക് വേണ്ടത് വലിയൊരു ബക്കറ്റ്, അതിന് വേണ്ടത്. ഈ ബക്കറ്റിൽ നിന്ന് ഒഴിച്ചത് ഞാൻ പുതിയത് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കാണിക്കുന്നത് ഇതായിരിക്കും ആ വളം കേട്ടോ, ലിക്വിഡ് ഫെർട്ടിലൈസർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ പുല്ലെല്ലാം എവിടെയൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ട് ആ പുല്ലെല്ലാം പറിച്ച് കൊണ്ടുവരിക. പറിച്ച് കൊണ്ടുവന്ന് ഒന്നിങ്ങനെ മുറിച്ചിടുന്നത് നല്ലതാട്ടോ. കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഏത് പുല്ലും എടുക്കും. പിന്നെ പുല്ലെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, മൂപ്പെത്തിയ വിത്തൊക്കെ ഉള്ള പുല്ലുണ്ടാവില്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വളമാക്കി ഉപയോഗിച്ച് പിന്നെ ചെടിക്കിടുക, വീണ്ടും മുളച്ച് കളയുമോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, കുറച്ച് ഇളമേ നല്ല, അല്ലെങ്കിൽ മുളച്ച് വന്നാലും പ്രശ്നമില്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം പുല്ല് വീണ്ടും മുളച്ചത് നമുക്ക് വളയിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താക്കണം എന്നറിയോ, ഈ പുല്ല് നല്ലോണം കുത്തി അമർത്തി ഇതിലിടുക. ഇതൊക്കെ ഞാൻ പറിച്ചിട്ട് വന്ന പുല്ല്. അപ്പം വേനലാണ്, നനയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് സൈഡിൽ നിന്നൊക്കെ പുല്ല് കിട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ വളം ഉണ്ടാക്കി കാണിച്ചു തരിക. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു വിധ ആൾക്കാരൊക്കെ എൻ്റെ ചാനലിൽ കണ്ടവരൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്നെ കാണുന്നവർ പറയുന്നത് എന്താ അറിയോ, കരിയിലപ്പം ചാക്ക് നിറച്ച് കെട്ടി വെച്ചിരുന്നു. കാരണം എന്താ, നമുക്ക് പൈസ കൊടുക്കാത്ത ഒന്നും ഇതിൽ കൊള്ളുന്നില്ല. കുറച്ചങ്ങ് എടുക്കട്ടെ. ഞാൻ കുറേ അധികങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് അധികം എടുക്കുന്നുണ്ടോന്ന്, ഇനിയും സാധനങ്ങൾ ഇടാനുണ്ട്. അതുകൊണ്ട് കുറച്ചിങ്ങ് എടുക്കട്ടെ. അങ്ങനെ ഞാൻ നമ്മളെ ചുറ്റുമുള്ള പുല്ല്, ചെടീൻ്റെ മറ്റുള്ളതും കളാന്ന ഞങ്ങളൊക്കെ പറയാം കേട്ടോ, അതെല്ലാം ഞാൻ കുത്തി നിറച്ചു. ഇതിലേക്ക് മുറിച്ചിടുന്നത് ഒന്ന് നല്ലതാണ്, വേഗം നമുക്ക് ലയിച്ച് ചേർന്നോളൂ. ഇനി ഇതിൽ നമ്മൾ മുരിങ്ങൻ്റെ ഇല, പിന്നെ മുരിങ്ങൻ്റെ ഇല, കർമൂസിൻ്റെ ഇല ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, വീര്യം കുറച്ച് കൂടും. അതും ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്.
എന്തൊക്കെ ചേർക്കുന്ന അറിയോ? ഇത് ഇതെന്താ അറിയോ? ഇതാണ് ചീമക്കൊന്നൻ്റെ ഇലയും ഇടുക. അതെല്ലാം നല്ല നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. ഈ നൈട്രജൻ അടങ്ങിയ വളം നമ്മൾ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ ചെടികൾ പെട്ടെന്ന് വളരും, നന്നായി നല്ല ആരോഗ്യത്തോടുകൂടി വളർന്ന് പൂക്കളൊന്നും കൊഴിഞ്ഞു പോവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു കീടനാശിനിയും കൂടിയാണ്. അപ്പം കീടങ്ങളെ അകറ്റും. നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫർ ഒക്കെ ഉള്ളത് കൊണ്ട് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് പെട്ടെന്ന് വളരാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ, അത് ജൈവമാണല്ലോ. വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. വീട്ടുകാരൊക്കെ പണിയെടുത്ത് കേട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കട്ടെ, ആശുപത്രി ചിലവ്, ഡ്രസ്സ്. നമുക്ക് ഇങ്ങനെയൊക്കെ വളം ഉണ്ടാക്കിയിട്ട് ചെടി ഉണ്ടാക്കിയിട്ട് കുടുംബത്തിൽ നല്ല വിഷരഹിത പച്ചക്കറികൾ കുട്ടികളെ തീറ്റിക്കാം. അപ്പോൾ ഞാൻ ഇട്ടത് കണ്ടല്ലോ, കർമൂസിൻ്റെ ഇല, മുരിങ്ങ ഇല, അതൊക്കെ ഇങ്ങനെ ഇടാം. മുരിങ്ങ ഇല, ചീമക്കൊന്ന എല്ലാം ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം. ഇത് മുങ്ങ മാത്രം വെള്ളമൊഴിച്ച് വെക്കുക. ഇതാ മുങ്ങ മാത്രം വെള്ളമൊഴിച്ചിട്ട് 2 ആഴ്ച തണലത്ത് വെക്കുക. 2 ആഴ്ച തണലത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇതിൽ കാണിച്ചു തരാം, വെള്ളം ഒഴിക്കുന്നതും കാണിച്ചു തരാം. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇതിൻ്റെ വേറെയും പ്രത്യേകത ഉണ്ട്. ഇതങ്ങോട്ട് ചീഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, വെള്ളം ഒഴിച്ച് ചീഞ്ഞ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല സ്മെല്ലായിരിക്കും. ആ സ്മെല്ല് നമുക്ക് സഹിക്കൂല. അപ്പോൾ ആ സ്മെല്ലില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു വെല്ലം കിട്ടാൽ മതി. അപ്പോൾ ആ സ്മെല്ല് ഒഴിവായി കിട്ടും. വെല്ലം ഇടുന്ന ചെടികൾക്ക് നല്ലതാണ്. ഞാൻ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ ചെയ്യുന്നുണ്ട്. കുറേ പേര് കൃഷി താല്പര്യമുള്ളവരാണല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർ. അവരതുപോലെ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ എനിക്കൊരു കമൻറ്റ് വന്നു, ഞാൻ നടുമ്പോലെ തക്കാളി നട്ടിട്ട് എത്രയോ തക്കാളി പറിച്ചു, ഇനിയും പറിച്ചുകൊണ്ടേ ഇരിക്കുന്നു, തുടരുന്നുണ്ട്, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ട്. ഇനി ഞാൻ വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിക്കുന്നതാട്ടോ, മുങ്ങാൻ മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത്. ഒന്ന് മുങ്ങണം. മുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം അടച്ച് വെച്ച് തണലത്ത് കൊണ്ടുപോയി വെക്കുക. അത്രയും ഞാൻ ക്ലിയറാക്കി പറഞ്ഞിരുന്നു. പിന്നെ ഇതിൽ വീര്യം കൂടും. കാരണം എന്താണെന്നറിയാം, ഇതിൽ ഞാൻ മുരിങ്ങ ഇല, ചീമക്കൊന്നൊക്കെ ഇട്ടതാണ്. അതല്ല വെറും പുല്ലാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയ വളം ഉണ്ടല്ലോ, ഇത് 1 കപ്പിന് 10 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇത് പിന്നെ നമുക്ക് മുരിങ്ങ ഇലയും ചീമക്കൊന്നും ഇട്ടില്ലെങ്കിൽ, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ 15 കപ്പ് വെള്ളം ഒഴിക്കണം. 1:15 എന്നുള്ള മോഡലിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് അത് ഒഴിക്കേണ്ടത് എപ്പോഴെന്നറിയോ? വൈകുന്നേരമേ ഒഴിക്കാവൂ. നമുക്ക് ഒഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നറിയോ? നമ്മൾ ഈ ചട്ടിയിലാണ് ഒഴിക്കുന്നതെങ്കിൽ ചട്ടിയിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചേ ഒഴിക്കാവൂ. കാരണം ചട്ടിയിൽ ഒഴിച്ചാൽ ഒലിച്ചങ്ങ് പോകും, അതിനോട്ട് കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്നത് എൻ്റെ എല്ലാ ട്രിപ്പും എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് കാണിച്ചു തരലുണ്ട്. അവരതുപോലെ ചെയ്യലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വിളവെടുപ്പ് വരെ കാണിക്കുന്നുണ്ടല്ലോ. എത്ര ആളാ കരിയില കെട്ടി വെക്കുന്നത് എന്നോട് പറയുന്നത്. ഇവിടേക്ക് പൂനൂരിൽ നിന്ന് ഒരു കൂട്ടർ വന്നിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. മോൻ പറഞ്ഞു, ഉമ്മാക്ക് കരിയില കെട്ടി വെക്കൽ എന്നെ പണിന്ന് അങ്ങനെ പറഞ്ഞു. നാദാപുരത്തു നിന്ന് വന്നവരും പറഞ്ഞു, കുറേ പിന്നെ വാരാൻ പറ്റിയെന്ന് വന്നവർ പറഞ്ഞു. അങ്ങനെ ആര് വന്നാലും പറയും കരിയിലേൻ്റെ ഗുണങ്ങൾ. കാരണം എന്താ പറയുക, നമുക്ക് വീടും പരിസരവും നല്ല വൃത്തിയാവും. ഇനി നിങ്ങൾ ഈ വളം ഉണ്ടാക്കി നോക്കി, ഒന്നും കൂടി വൃത്തിയാവും. കാരണം പുല്ല് എവിടെ ഉണ്ടാവില്ല, പുല്ലെല്ലാം നമ്മൾ പറിക്കും. പിന്നെ ഓരോരുത്തർക്ക് കമൻറ്റ് ഇടും, പണ്ടൊക്കെ മുറ്റടിച്ച് വരാൻ ഭയങ്കര ദേഷ്യേനു. കാരണം കരിയില കാണുമ്പോഴത്തേക്ക് പിരാന്തളുകൂ. ഇപ്പം ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കരിയില കാണുമ്പോൾ. ചെടി നടാലോ അതിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾക്ക് പുല്ല് കണ്ടാൽ സന്തോഷം വരും. നോക്കിക്കോ, ഇതാ കണ്ടോ, ഞാൻ വെള്ളം ഒഴിച്ചത് പുല്ലിൻ്റെ മേലെ നിൽക്കണം വെള്ളം. ഈ വെള്ളം ഒഴിച്ചിട്ട് തണലത്ത് വെക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം വെല്ലിടുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? മണം വരാണ്ടിരിക്കാൻ. ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ഞാൻ വെള്ളം നിർത്തട്ടെ. ഒന്നും കൂടി വളം ഉണ്ടാക്കുന്നത് പറഞ്ഞു തരികയാണ്. നല്ലൊരു ബക്കറ്റ് എടുക്കുക.
ആ ബക്കറ്റിലേക്ക് പുല്ലെല്ലാം പറിച്ച് കൊണ്ടുവരിക, ഇതിലെ കുത്തി അമർത്തി വെക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചീമക്കൊന്ന, മുരിങ്ങയില, ആര്യവേപ്പ് ഒക്കെ, അതൊക്കെ കീടങ്ങൾ അകറ്റാൻ ഫസ്റ്റാ. അതാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ചെടികളുണ്ടല്ലോ 2 ആഴ്ച കഴിഞ്ഞാൽ അത് എല്ലാക്കി വെള്ളം ഒഴിച്ച് ഇങ്ങനെ അങ്ങ് അടച്ച് വെക്കുക. ഇതങ്ങനെ അടിച്ച് തണലത്ത് കൊണ്ടുപോയി വെക്കുക. ഇടയ്ക്കൊന്ന് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊക്കെ ചീഞ്ഞിട്ടുണ്ടാവും, കളറ് മാറിയിട്ടുണ്ടാവും. ലാസ്റ്റ് 15 ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. 15 ദിവസം കഴിഞ്ഞ അവസ്ഥയാണ് ഇത്. ഇത്ര ഉണ്ടാവും. ഇതെടുത്തിട്ട് നമ്മൾ 15 ഇരട്ടി വെള്ളമോ അല്ലെങ്കിൽ വെറും പുല്ലാണെങ്കിൽ 10 ഇരട്ടി വെള്ളമോ ചേർത്തിട്ട് ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചാൽ ധാരാളം നൈട്രജനൊക്കെ അടങ്ങിയത് കൊണ്ടും നല്ലൊരു കീടനാശിനി ആയതുകൊണ്ടും ചെടികൾക്ക് രോഗം വരില്ല, നല്ല ഉഷാറിൽ വളരും. അത് ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നത് ഞാൻ അതാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, അത് തണലത്ത് വെക്കണം കേട്ടോ. നല്ലൊരു അടപ്പും ഇതൊക്കെ അതിനുള്ള അടപ്പുകളാണ്. അപ്പോൾ വളം ഉണ്ടാക്കുന്നതിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പുല്ല് നറുക്കുന്നതെല്ലാം കാണിച്ചു തന്നു. പിന്നെ പുല്ലിൽ ധാരാളം മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് ഉണ്ടാകുന്നത്. ആ മൂലകമാണ് പിന്നെ പുല്ലാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ ഫുൾ കിട്ടും ചെടികൾക്ക്. ഞാനിതൊന്ന് തണലത്ത് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഞങ്ങൾ കാണിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് വന്നതാണ്. അത് ഞാൻ തണലത്ത് കൊണ്ടുപോയി വെക്കട്ടെ. പിന്നെ ഞാൻ ഈ തണലത്ത് കൊണ്ടുപോയി വെച്ചു. ഇതുപോലത്തെ എൻ്റെ മൊത്തം ഐസിയാണ്. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചു. ഇനി 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. ഇടയ്ക്കൊന്ന് ഞാൻ വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇപ്പം നല്ല പച്ചയായി. ഇനി കുറച്ചിങ്ങ് കഴിഞ്ഞാൽ കളറിങ്ങി ഇരുണ്ടതായിട്ട് മാറും. ഇനി ഞാൻ എൻ്റെ പഴയ എടുത്തു വെച്ചല്ലോ ആ വളം ഞാൻ എങ്ങനെയാണ് ഒഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ 15 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് 15 ഇരട്ടി വെള്ളം ഒഴിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ നിന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങ് നീണ്ടുപോകും. അപ്പം ഞാൻ ഒന്ന് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ബാക്കിയുള്ളത് ഇത് നിറച്ച് ആകുമ്പോൾ റെഡിയാവും. ഞാനിങ്ങനെ കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര അമൃതാന്ന് പറഞ്ഞ്. ഇതൊക്കെ ഇങ്ങനെ എൻ്റെ പൂക്കൾ ഉണ്ടായത് കണ്ടോ, വാടാണ്ട നല്ല അടിപൊളിയായിട്ട്. എൻ്റെ മുരട്ട എവിടെയെന്നുള്ളത് കാണൂല, അതാ ഞാൻ തപ്പിപ്പിടിക്കല. കാരണം ചുറ്റും വന്നിട്ടേ ചുറ്റും ഇലയും പൂക്കളും അങ്ങനെ ശാഖ വന്നിട്ട് അതിൻ്റെ അടിഭാഗം കാണൂല, തപ്പണം എനിക്ക്. ഇത് പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് വൈകുന്നേരങ്ങളിലേ ഒഴിക്കാവൂ കേട്ടോ. ഈ അമൃതം വൈകുന്നേരമേ ഒഴിക്കാവൂ. എന്ത് മരുന്ന് കൊടുക്കുന്നു വൈകുന്നേരമാണ് നല്ലത്. വെയിൽ കൊള്ളാൻ പറ്റൂല മരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. എൻ്റെ പൂക്കളുണ്ടായത് കണ്ടോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടാവും. ഈ പഴുത്ത ഇലയെല്ലാം പോക്കണം, പിന്നെ കരിഞ്ഞു പോയ പൂ കളയണം. എല്ലാം കഴിഞ്ഞ് നല്ല ഫ്രഷായി നിന്നാൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. ഇത് കണ്ടോ എന്താ പൂക്കളെ കളറും ഭംഗിയും. ഇത് നോക്ക്, ഈ ചെടിയിലൊക്കെ നോക്ക് എന്താ ഭംഗി. ജെറേനിയം എൻ്റെ ബോഗൺവില്ല പൂവിട്ടേ നോക്ക്. ഞാൻ ഇതിൻ്റെ മൊട്ടൊക്കെ ഇത് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. കാരണം നമുക്കിതിനാണ് ചില്ലിക്കാശിൻ്റെ മുടക്കില്ല. പുല്ല് വെള്ളത്തിലിട്ട് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 ആഴ്ച കഴിയണം. എന്നിട്ട് നമ്മൾ നേർപ്പിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ എന്താ സൂപ്പർ എന്നറിയും. ഓരോ ചില്ലിക്കാശ് മുടക്കണ്ട. നോക്ക് പൂക്കൾ ഉണ്ടായത് അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. അല്ലത് ബാൾസോ, ഇത് ബോഗൺവില്ല, അത് ജെറേനിയ. ബാൾസം തന്നെ പിന്നെ ഈ ബോഗൺവില്ല എല്ലാവരും എന്നോട് പറയൂ വെള്ള വെക്കി ഇടക്ക്. ഞാൻ വെള്ള വെച്ചിട്ടുണ്ട്, വെള്ള പൂവായി വരുന്നേ ഉള്ളൂ. വെള്ളപ്പടുത്താ വെച്ചത്. ഇതൊക്കെ എന്ത് ഭംഗിയാലേ കാണാൻ. അപ്പോൾ എൻ്റെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയത് A to Z വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തന്നു. അതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞു തന്നു. അതിൻ്റെ ഗുണം നേരിട്ട് ഞാൻ കാണിച്ചു തന്നു. ഒറ്റ പൈസ മുടക്കണ്ട, അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കിയോളൂ കേട്ടോ. എന്നാൽ വീടും പരിസരവും നമ്മളെ കരിയില കൊണ്ട് വൃത്തിയായി. അവിടെയും ഇവിടെയും മുളച്ച് വരുന്ന പുല്ലുകളൊക്കെ ഈ വളം ഉണ്ടാക്കൽ കൊണ്ടും വൃത്തിയായി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. അവസാനം 15 ദിവസം കഴിഞ്ഞാൽ അത് ഊറ്റിങ്ങോട്ട് എടുത്താൽ ഈ ചണ്ടി ഉണ്ടാവും. അതിന് ചണ്ടി എന്ന് പറയും. അത് ഈ ചെടീൻ്റെ ഇടയ്ക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറയാൻ വിട്ടുപോയത് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.